എന്നാ കൊച്ചിന്റെ പേരെന്നാ? വിഷ്ണു. വിഷ്ണു എന്നാ പരിപാടി? ഫോട്ടോഗ്രാഫർ ആയിട്ടാ. ചേട്ടൻ എന്ത് ചെയ്യും? ഞാൻ റിട്ടയർ ചെയ്തപ്പോ ട്രഷറിയിൽ വന്ന് വന്നാ. ശരി. ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നാണോ? അല്ലല്ല, ഞാൻ എന്റെ ഒരു കാമുകിയെ കാണാൻ വന്നു. ഒരു കാമുകിയോ? അപ്പൊ ഇന്നലെ ഒരു 5-6 ഉണ്ടായിരുന്നു. അതിലിപ്പോ 6ാമത്തെ. നമ്മുടെ കാലത്തൊക്കെ ഒരെണ്ണം തന്നെ സംഘടിപ്പിക്കാൻ തന്നെ പാടായിരുന്നു. അതൊക്കെ അന്നത്തെ കാലഘട്ടം. ഇപ്പൊ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അന്ന് ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലല്ലോ. അതില്ല, ഭയങ്കര പാടല്ല അന്നൊക്കെ. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയായിട്ട്. എങ്ങനെയാണെന്നറിയോ? നമ്മള് രാവിലെ അങ്ങോട്ട് ഫേസ്ബുക്കിൽ കയറുക, ഒരു 5-6 റിക്വസ്റ്റ് അങ്ങോട്ട് വിടുക, ഏതെങ്കിലും കറക്റ്റ് ഒരുത്തി അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അങ്ങോട്ട് ചാറ്റ് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് തുറങ്ങുക. അവർക്ക് സ്നേഹമൊക്കെ വേണല്ലോ. ആരുമില്ലല്ലോ. ഏത് ചേട്ടനറിയാലോ. ഈ അപ്പൊ പെൺപിള്ളേർക്കൊന്നും പ്രശ്നമില്ല, അവരെ വീട്ടിലൊക്കെ അറിഞ്ഞാൽ കുഴപ്പമാവത്തില്ല. അതൊക്കെ അന്നല്ലേട്ടെ. ഇപ്പൊ ഇതൊന്നും അറിയാം. ഇപ്പൊ എല്ലാവർക്കും ഫോണുണ്ടല്ലോ. ഇപ്പൊ ആരും അറിയാതൊന്നും എന്ത് പ്രശ്നം? ഒരു വിഷയമില്ല. ഇപ്പൊ എല്ലാവർക്കും ഫോണൊക്കെ ഉണ്ടെന്ന്. പിന്നെ എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെ. ഈ ഇപ്പൊ വരാന്ന് പറഞ്ഞ കൊച്ചില്ലേ, അവളിപ്പോ ആദ്യമായിട്ട് കാണുന്ന? അല്ലല്ല, ഞാനിതിപ്പോ 3ാമത്തെ വട്ടം. 3ാമത്തെ വട്ടം. അതിനു മുമ്പ് പിന്നെ കണ്ടിട്ടുണ്ട്. വിശദമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കണ്ടല്ലേ? പിന്നെ ചെങ്ങാണ്ട് പറയാലോ. എന്നാ പറഞ്ഞു? കൊള്ളാന്ന് പറയായിരുന്നു. എങ്ങനെ കൊള്ളാന്ന്? മൊത്തത്തിൽ ഇതൊക്കെ ഒരു രസമല്ലേട്ടാ. നമ്മൾ ഈ ഒരാളെ തന്നെ തളം കെട്ടി കിടക്കരുത്. നമ്മളിങ്ങനെ പറന്ന് പടക്കണം. തേൻ കുടിക്കണം, പറക്കണം, പരാകണം. പടം ഞാനും കണ്ടിട്ടുണ്ട്. അതെട്ടോ, അവള് വിളിക്കുന്നുണ്ട്. ചേട്ടാ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് അശോകൻ. കരിയാട്ടല്ലാരെ ഗില്ലാടി. ഹലോ, എത്തിയോ? എവിടെ? ഞാൻ എന്താ വരുന്നത്? ഇവിടെ ഇപ്പൊ വരും. കണ്ടു. നീ എന്താ ലേറ്റ് ആയ? എന്നാ കേസ്? സർപ്രൈസ് അവിടെ? ഞാൻ നമ്മുടെ വീട്ടിൽ പറഞ്ഞു. എന്തിനാ ഇപ്പൊ പറഞ്ഞേ? ഷോ സമയം ഉണ്ടായിരുന്നല്ലോ. വീട്ടിൽ പറഞ്ഞപ്പോ അച്ഛൻ നിന്നെ കാണണമെന്ന് പറഞ്ഞു. അച്ഛനൊക്കെ പിന്നെ കാണാൻ എന്നെ സമയമുണ്ടല്ലോ. അച്ഛൻ നിന്നെ ഓൾറെഡി കണ്ടു. എപ്പോ? നിനക്കെന്നെ മനസ്സിലായടാ? മനസ്സിലായി. നിന്നെ ഞാൻ എത്ര ഇഷ്ടപ്പെട്ടതാ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നമ്മൾ രാവിലെ അങ്ങോട്ട് എണീക്കുക, ഒരു 5-6 എണ്ണത്തിന്റെ റിക്വസ്റ്റ് അങ്ങോട്ട് വിടുക. കറക്റ്റ് ഏതെങ്കിലും ഒരുത്തി അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ നിന്നെ ഞാനൊന്നും പറയാനില്ല. നിന്നെ ജനിപ്പിച്ചു കൊടുത്തണല്ലോ നിന്റെ വീട്ടില് നിന്റെ തന്ത. അവനെ എന്നെങ്കിലും എന്നെ കേട്ടുമ്പോ ഞാൻ 2 പൊട്ടിച്ചോളാം. നീ കൈവിടറാ. എനിക്ക് എന്റെ മോളെ സേഫ് ആക്കാൻ പറ്റിയില്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പൊ ഒന്നും ചെയ്യണില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്നറിയാം.